സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിലോ? ശരി, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വർണത്തിലും വെള്ളിയിലും ഏറ്റവും സ്മാർട്ടായിട്ട്, അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ മിക്കവരുടെയും വിചാരം എന്താ? സ്വർണമാണ് ഏറ്റവും സേഫ്, ഏറ്റവും ലാഭമുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നല്ലേ? എന്നാൽ ഈ അടുത്ത കാലത്തെ കണക്കുകളൊന്ന് നോക്കിയേ. സ്വർണം ഒരു 50% വളർച്ച കാണിച്ചപ്പോൾ വെള്ളി അങ്ങ് കുതിച്ചു കയറിയത് 70%-ൽ കൂടുതലാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വെള്ളി സ്വർണത്തേക്കാൾ വലിയ നേട്ടം കൊടുത്തു. പക്ഷെ എങ്ങനെയത് സംഭവിച്ചത്? എന്താ ഇതിന്റെ പിന്നിൽ? സാധാരണഗതിയിൽ ലോകത്ത് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഓടിച്ചെന്ന് പിടിക്കുന്നത് എവിടെയാ? സ്വർണത്തിൽ, അല്ലേ? അതിനൊരു സേഫ് ഹേവനായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്വർണത്തിനൊരു എതിരാളിയുണ്ട്, അത് വെള്ളിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളി സ്വർണത്തെപ്പോലെ അത്ര ശാന്തനൊന്നുമല്ല കേട്ടോ. അതിന്റെ വിലയിൽ നല്ല കയറ്റിറക്കങ്ങളുണ്ടാവാം. വെള്ളി കൂടുതൽ റിട്ടേൺ തരും എന്ന് പറയുമ്പോഴും അതിനനുസരിച്ച് റിസ്ക്കും കൂടുതലാണ്. എന്താ കാരണമെന്നറിയോ? വെള്ളി ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. അതായത് ഫാക്ടറികളിലും ഇലക്ട്രോണിക് സാധനങ്ങളിലുമൊക്കെ ഒരുപാട് ഉപയോഗിക്കും. അപ്പോൾ സാമ്പത്തിക രംഗം ഉഷാറാവുമ്പോൾ വെള്ളിയുടെ ഡിമാൻഡ് കൂടും, വിലയും കൂടും. നേരെ മറിച്ച് ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാലോ ഡിമാൻഡ് കുറയും, വില താഴോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈയൊരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു മിനിറ്റ്, നമ്മളീ പരമ്പരാഗതമായി വാങ്ങിക്കൂട്ടുന്ന സ്വർണമില്ലേ, അതായത് ആഭരണങ്ങളായിട്ടും കോയിനുകളായിട്ടുമൊക്കെ, അത് നമ്മുടെ ലാഭം നമ്മളറിയാതെ കുറയ്ക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളെ പറ്റിക്കുന്നുണ്ടാവോ? വാ, നമുക്കൊന്ന് ശരിക്കും പരിശോധിച്ചു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ പഴയ രീതികളിലെ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലാഭം ഇല്ലാതാക്കുന്ന ചില ഹിഡൻ കോസ്റ്റുകൾ. ആദ്യത്തെ കാര്യം, ജ്വല്ലറി. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ആഭരണം വാങ്ങുന്നത് ഒരു നല്ല ഐഡിയയല്ല. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന പണിക്കൂലിയും GSTയും അത് വിൽക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അത് മുഴുവൻ നഷ്ടമാണ്. തീർന്നു. ശരി, അപ്പോൾ കോയിനോ ബാരോ വാങ്ങിയാലോ? അപ്പോഴും പ്രശ്നമുണ്ട്. നിങ്ങൾ 3% GST കൊടുക്കണം. അതുപോട്ടെ, ഇത് വാങ്ങിയിട്ട് എവിടെ കൊണ്ടുവെക്കും? വീട്ടിൽ വെച്ചാൽ പേടി, ലോക്കറിൽ വെച്ചാൽ അതിനും വേറെ കാശ്. ആകെ ടെൻഷനല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ, ഡിജിറ്റൽ ഗോൾഡ് ആപ്പുകൾ. ഇവിടെയും 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തേർഡ് പാർട്ടി റിസ്ക്. അതായത് നമ്മുടെ സ്വർണം ശരിക്കും വേറൊരു കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതൊരു റിസ്ക് അല്ലേ? രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ആപ്പുകളിൽ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിൽ എപ്പോഴും ഒരു വ്യത്യാസമുണ്ടാകും. നമ്മൾ വിൽക്കുമ്പോൾ എപ്പോഴും വില കുറവായിരിക്കും. ഈ വ്യത്യാസം നമ്മുടെ ലാഭത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോ ഈ തലവേദനയൊക്കെ ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലേ? തീർച്ചയായുമുണ്ട്. പണിക്കൂലിയില്ല, GST ഇല്ല, സൂക്ഷിക്കാൻ വെക്കാനുള്ള ടെൻഷനുമില്ല. അങ്ങനെയുള്ള 2 സ്മാർട്ട് വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദാ നോക്കൂ, ഫിസിക്കൽ ഗോൾഡും പേപ്പർ ഗോൾഡ് എന്ന് പറയുന്ന ഡിജിറ്റൽ രൂപവും തമ്മിലുള്ള വ്യത്യാസം. ഒന്നിൽ പണിക്കൂലി, GST, സ്റ്റോറേജ് റിസ്ക്, വിലയിലെ വ്യത്യാസം, അങ്ങനെ ഒരുപാട് ചിലവുകളും തലവേദനകളും. എന്നാൽ മറ്റേതിൽ, അതായത് പേപ്പർ ഗോൾഡിൽ, ചിലവ് വളരെ കുറവാണ്, സ്റ്റോറേജ് റിസ്കില്ല, വിലയും കൃത്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന് ഇത് തന്നെയാണ് ബെസ്റ്റ്. ശരി, അപ്പോൾ ഈ പറഞ്ഞ സ്മാർട്ട് വഴികൾ ഏതൊക്കെയാണ്? പ്രധാനമായി 2 എണ്ണമാണുള്ളത്. ഒന്ന്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, അതായത് ETF. 2, മ്യൂച്വൽ ഫണ്ടുകൾ. ഇതിലേതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് ETF? വളരെ സിമ്പിളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പനി നമുക്ക് വേണ്ടി സ്വർണമോ വെള്ളിയോ വാങ്ങിവെക്കും. അതിനെ ചെറിയ യൂണിറ്റുകളാക്കി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഈ യൂണിറ്റുകൾ ഷെയറുകൾ പോലെ വാങ്ങാം, വിൽക്കാം. ഓരോ യൂണിറ്റും കുറച്ച് സ്വർണത്തിന് തുല്യമായിരിക്കും. ഒരു ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ETF വാങ്ങാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. മിക്കവാറും പേർക്കിപ്പോൾ അതുണ്ടാവും. നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ കയറി ഗോൾഡ് ബീസ് എന്നോ സിൽവർ ബീസ് എന്നോ സെർച്ച് ചെയ്യുക. അപ്പം തന്നെ കാണാം. മാർക്കറ്റ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അത്രയുള്ളൂ കാര്യം. ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. ഡിമാറ്റ് അക്കൗണ്ടൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണിത്. ഇവിടെ ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ഈ പറഞ്ഞ ഗോൾഡ് ETFകളിൽ പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കും. നമ്മൾ ആ ഫണ്ടിൽ നിന്നാണ് യൂണിറ്റുകൾ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ETF ആണോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലത്? നമുക്ക് നോക്കാം. പ്രധാന വ്യത്യാസം ഇതാണ്. ETF വാങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായും വേണം. മ്യൂച്വൽ ഫണ്ടിന് അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തത്, വില. ETF-ന്റെ വില സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ ഓരോ സെക്കൻഡിലും മാറും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ആ ദിവസത്തെ അവസാനമുള്ള ഒരു വില, അതായത് NAV ആയിരിക്കും. ചിലവിൻ്റെ കാര്യം നോക്കിയാൽ ETF-നാണ് ഏറ്റവും കുറവ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഓപ്ഷൻ ETF ആണ്. ഇനി നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ മാസവും കുറച്ച് പൈസ വെച്ച് SIP ആയി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ മ്യൂച്വൽ ഫണ്ടായിരിക്കും കൂടുതൽ എളുപ്പം. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്നിന്റെ വില മുകളിലേക്ക് കുതിക്കുന്നത് കണ്ട് അതിലെടുത്തു ചാടരുത്. സ്വർണത്തിന്റെ വില കൂടുന്നല്ലോ, എന്നാ പിന്നെ വേഗം കുറച്ച് വാങ്ങിയേക്കാം എന്ന് കരുതരുത്. അങ്ങനെ മാർക്കറ്റിലെ ഹൈപ്പ് കണ്ട് തീരുമാനമെടുക്കരുത്. പകരം ക്ഷമയോടെ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക. അതാണ് ശരിക്കും സ്മാർട്ടായ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ സ്വർണത്തിലും വെള്ളിയിലും സ്മാർട്ടായി നിക്ഷേപിക്കാനുള്ള വഴികൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്തായിരിക്കും? വീണ്ടും പണിക്കൂലി കൊടുത്ത് ആഭരണം വാങ്ങുമോ, അതോ ചിലവ് കുറഞ്ഞ ETFകളിലേക്കോ മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ മാറുമോ? നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക.